ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇത് മാറ്റണം, ഈ ട്രക്ക് മാറ്റണം, ഈ കിടക്കുന്ന ട്രക്കും മാറ്റണം. അയ്യോ എൻ്റെ താക്കോല് കിടന്നില്ലല്ലോ. ഭാഗ്യത്തിന് നമുക്കിത് ഇതിൻ്റെ അകത്ത് താക്കോല് കിടപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ അങ്ങനെ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി ഇറക്കാം. നമുക്ക് യാർഡിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കൂടെ പിടിച്ചിട്ട് പോകാം. നമ്മൾ നേരെ പോകുന്ന സറിയിൽ നിന്ന് നമ്മൾ MB ട്രെയിലറും പിക്ക് ചെയ്തിട്ട് അവിടുന്ന് നേരെ പോകുന്നു കെലോണയിൽ നിന്ന് നാളെ രാവിലെയാണ് പിക്കപ്പ്. അവിടുന്ന് ലോഡ് ചെയ്തതിന് ശേഷം നേരെ കാൽഗറി. ഒരു ട്രെയിലർ അടുപ്പുണ്ട്. ഇതാണ് ഏറ്റവും പുറത്ത് കിടക്കുന്ന ട്രെയിലർ. ഇതിൻ്റെ നേരെ പുറകെ കിടക്കുന്ന ട്രെയിലറാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനി മാറ്റി എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ട് വേണം നമുക്ക് ട്രെയിലർ എടുക്കാൻ. അങ്ങനെ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ട്രെയിലർ നമ്മൾ പുറത്ത് അടിച്ച് ഇട്ടിട്ടുണ്ട്. ടാസ്ക് 34 മിനിറ്റായി. നമുക്ക് കൊണ്ടുപോകാൻ ട്രെയിലർ ഇതുവരെ ഹുക്ക് ചെയ്തിട്ടില്ല. ആൻഡ് ഫൈനലി നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ആഫ്റ്റർ ആൻഡ് വി ആർ ബാക്ക് ഓൺ ഹൈവേ 1. നമ്മൾ സറിയിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഡെഫ് കുറവാണ്, ഡെഫ് ഒന്ന് അടിക്കണം ഹോപ്പിൽ നിന്ന്. ഇതാണ് ഹോപ്പിലെ സ്കെയില്, ഈസ്റ്റ് ബൗണ്ടുള്ള സ്കെയില്. ക്ലോസ്ഡ് ആണ്, പക്ഷെ ഒരു ട്രക്കാരനകത്ത് കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവൻ നമ്മുടെ ആ സ്കെയിലിൽ അവൻ്റെ വെയിറ്റ് വയ്ക്കാൻ വേണ്ടി കയറിയേക്കുന്നതാണ്. ഹോപ്പ് എന്ന് പറയുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. നമുക്ക് എവിടെ നിന്നാണ് ഡെഫ് അടിക്കേണ്ടത്. ഇതാണ് നമുക്ക് പോകേണ്ട റൂട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോപ്പിലാണ്. ഇവിടുന്ന് ഹൈവേ 5 ത്രൂ കയറിപ്പോയി മെറിറ്റ് എത്തിയിട്ട് അവിടുന്ന് 97C എടുത്ത് നേരെ കെലോണ. ഇവിടുന്ന് വണ്ടിയില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഹൈവേ 1 പിന്നെയും തിരിച്ച് കയറിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 മണിക്കൂർ 40 മിനിറ്റ് സംതിങ് ഉണ്ട് നമ്മുടെ നാളത്തെ പിക്കപ്പ് ലൊക്കേഷനിലേക്ക്, അതായത് കെലോണ. ഇതാട്ടോ സ്പീഡ് ലോക്കിൻ്റെ ഒരു വിഷയം. അതായത് ഞാനിവിടെ സ്പീഡോമീറ്റർ 100 അവനും മിക്കവാറും 100 അല്ല 103 105 ലോക്കായിരിക്കും. നമ്മുടെ 100 കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 97 വണ്ടി നീങ്ങുള്ളൂ. ഏത് മൂഡ്, കോടയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ിലേക്കൊരു 20-25 മിനിറ്റോടെ കാണും. അവിടുന്ന് നമ്മൾ ഹൈവേ നമ്മൾ എക്സിറ്റ് എടുത്ത് നമ്മൾ 97C എന്ന് പറയുന്ന ഹൈവേ കയറും കേട്ടോ. അവിടുന്ന് കെലോണ സ്ട്രെയിറ്റ്. മെറിറ്റ് ലെഫ്റ്റിലേക്ക് പോയ കെലോണ. കെലോണയിലേക്ക് 35 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോഴാണ് നമുക്കിത് ഈ ബ്രേക്ക് ചെക്ക് കിട്ടുന്നത് കേട്ടോ. അന്ന് ഫുള്ള് ഇറക്കം മൊത്തം ബ്രേക്ക് ഔട്ടി ഇറങ്ങുന്നത് കേട്ടോ. വിന്റർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സമ്മർ ആയിരുന്നെങ്കിൽ ഇപ്പൊ പുക പോകുന്ന കണ്ടേനെ. അങ്ങനെ സമയം 2:30 ആയപ്പോഴത്തേനും നമ്മള് കെലോണയിലെത്തി. ഇവിടെ കേട്ടോ നമുക്ക് നാളെ ലോഡ് ചെയ്യേണ്ട സ്ഥലം. അപ്പോൾ ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ മൊത്തം ഉള്ളത്. ഈ താഴെ കാണുന്ന സാധനങ്ങളെല്ലാം ഇനി അടുക്കി പെറുക്കി വെക്കണം. അപ്പോൾ നമ്മൾ പല്ലുതെപ്പെല്ലാം കഴിഞ്ഞു. നമ്മുടെ ലോഡ് ചെയ്യുന്ന ആൾ വന്നിട്ട് ചോദിച്ചാൽ എങ്ങനെ നമുക്ക് ലോഡ് ചെയ്യേണ്ടതെന്ന്. 47,000 സംതിങ് പൗണ്ട് ഉണ്ട്. അതാണ് കറക്റ്റ് ടാൻഡം വെയിറ്റ്. അപ്പം നമുക്കത് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട്, അതായത് നമ്മുടെ ആക്സിലിൽ കറക്റ്റ് വെയിറ്റ് കയറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്ന പാടെ ഒരു സ്കെയിലുണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടും. നമ്മുടെ ലോഡിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് വണ്ടി എടുത്തു.
നമ്മളിനി കയറാൻ പോകുന്ന 97. ഇന്നലെ നമ്മൾ ഓടി വന്ന ഹൈവേ കൂടെ തന്നെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. 97 എന്ന് പറയുന്നത് നമുക്ക് സിക്കമൂസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും ഈ ഹൈവേ 97. നമ്മൾ അടുത്ത സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ 97 കയറി ആൻഡ് ഓൾ ദ വേ സ്ട്രേറ്റ് ടു സിക്കമൂസ്. ഈ റൈറ്റിൽ കാണുന്ന കേട്ടോ കെലോണ ഇന്റർനാഷണൽ എയർപോർട്ട് YLW. ഈ റൈറ്റിലുള്ള Oh my god, that's fucked up. BC-യിൽ മാത്രമേ ഉള്ളൂ, ഐ മീൻ കാനഡയിൽ BC-യിൽ മാത്രമേ ഉള്ളൂ ഇതേപോലെ LED ബോർഡിൽ ക്ലോസ്ഡ് ഓപ്പൺ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് സ്കെയിലുകളുടെ. ബാക്കി എല്ലായിടത്തും ഫ്ലാഷിംഗ് ലൈറ്റുകളാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് BC-യിലേക്ക് ഓടി വരുന്നവർ അത് പെട്ടെന്ന് ശ്രദ്ധിക്കണം എന്നില്ല. ഇങ്ങനെ കയറാതെ പോയിട്ടുണ്ടോ CVSC. അവർ സ്കെയിൽ അടച്ചിട്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തിനെ അടപ്പിട്ട് പിടിച്ച് കുടഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സ്കെയിൽ അടച്ചിട്ടേക്കുന്നത്. എൻ്റെ വണ്ടി ഇടിച്ച ഡീറ്റെയിൽസ് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ബമ്പറിന് ചെറിയൊരു തട്ടേ ഉള്ളൂ. സൈഡിൽ കൂടെ തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എന്തൊരു പാർക്കാണോ ഈ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലമാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. കരടി, ഡ്രാഗൺ കുഞ്ഞ്, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു കിടിലൻ ഒരു കട വരുന്നുണ്ട്, ഗ്രാസ് ഹട്ട്. ഇത് കിടിലൻ സ്ഥലമാട്ടോ ഇത്. സിഗ്നൽ കിട്ടി. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നതാണ് സാൽമണാം. നമുക്ക് സാൽമണാമും പോകണ്ട, നമുക്ക് അതും പാസ്സായിട്ട് നമുക്ക് സിക്കമൂസ് ചെന്ന് കയറിയാൽ മതി. And finally, bro, look at this lake. Aywa. നമ്മൾ ഏതാണ്ട് സിക്കമൂസ് എത്താറായിട്ടോ. ആ മരങ്ങളുടെ കളറും സൈഡിലെ ലേക്കും അതിൻ്റെ അപ്പുറത്തെ മൗണ്ടെയിനും എല്ലാം കൊണ്ട് പെർഫെക്റ്റ്.
ഹൗസ് ബോട്ട് ക്യാപിറ്റൽ ഓഫ് കാനഡ. ഹൗസ് ബോട്ടോ അതുകൊള്ളാലോ. ഇങ്ങോട്ടേക്കുള്ള റോഡ് അടച്ചിട്ടേക്കുക, ലെഫ്റ്റിലേക്കുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഡീടൂർ വരുന്നത്. ഇവിടുന്ന് നേരത്തെ പറഞ്ഞ സിഗ്നലിൽ നിന്ന് റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൽമണാം എത്തും. സാൽമണാം നമുക്ക് അപ്പുറം ഒരു എസ്ഒ വരുന്നുണ്ട്, നമുക്ക് അവിടെ നിർത്തി. സമയം 4 കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ റെവൽസ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ടെമ്പറേച്ചർ വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരു 7 ഡിഗ്രി 8 ഡിഗ്രിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ 8 ഡിഗ്രി നിൽപ്പുണ്ട്. അപ്പോൾ സംഭവം നമ്മൾ റെവൽസ്റ്റോക്കിൽ ഓടിയെത്തി. ഇനിയിപ്പോൾ നമുക്ക് കയറാനുള്ള മലയാണ് മൗണ്ട് റെവൽസ്റ്റോക്ക് എന്ന് പറഞ്ഞത്. ഗോൾഡനിലേക്ക് പോകാനുള്ള വഴിയിലുള്ള മലയാണ് അത്, മൗണ്ട് റെവൽസ്റ്റോക്ക്. അപ്പോൾ ഈ മല കയറി ഇറങ്ങി വേണം നമുക്കിനി പോകാൻ. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് അത്യാവശ്യം വലിയ പാർക്കിംഗ് ഏരിയ കേട്ടോ. അവിടെ വാഷ്റൂം ഉണ്ട്. തൊട്ടപ്പുറം ഒരു റിവറാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ പുറത്തെ അതിൻ്റെ പുറകിൽ കൂടെ റെയിൽവേ പാളം കൂടെ പോകുന്നുണ്ട്. ആ സൈഡാണ് ഈ സൈഡാണ്, ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ സൈഡായിരിക്കും കേട്ടോ. ഇത് രാത്രി കഴിഞ്ഞത് ഫുള്ള് ട്രക്കുകൾ പാർക്ക് ചെയ്തിട്ടേക്കുമായിരിക്കും. ഈ സൈഡിൽ നമ്മുടെ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കുറച്ച് ഏരിയ ഉണ്ടല്ലോ അവിടെ. കാരണം റെവൽസ്റ്റോക്കിൽ അതല്ലാതെ നമുക്ക് അധികം പാർക്കിംഗ് സ്പോട്ടുകളില്ല. എനിക്ക് മാറിപ്പോ കേട്ടോ, നേരത്തെ ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് സൈഡായിരുന്നു, റൈറ്റ് സൈഡിലാണ് റെയിൽവേ ട്രാക്കുകൾ വരുന്നത്. ഇനി അങ്ങോട്ട് വരുന്നത് നമ്മൾ റെവൽസ്റ്റോക്ക് മല കയറാൻ പോവാ കേട്ടോ. ഇത്ര നേരം നമ്മൾ ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ട് മൊത്തം ഒരു വലിയൊരു കയറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മല കയറി തുടങ്ങി കേട്ടോ. എൻ്റെ 50 പതിയെ വലിഞ്ഞ് കയറുന്നേ ഉള്ളൂ. നമ്മൾ പോയി അങ്ങനെ പറഞ്ഞില്ല, അവിടെ നിന്ന് കൈ കൊണ്ട് 10 എന്ന് പറഞ്ഞ് കാണിച്ചു. അതായത് 30 മിനിറ്റ് ഇവിടെ ഇനി പിടിച്ചിടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ ഓഫ് ഡ്യൂട്ടി പോയേക്കാം. ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ നേരെ ഓഫ് ഡ്യൂട്ടി പോയേക്കാം. അതെ, റോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് വി ആർ ബാക്ക് ഓൺ ട്രാക്ക്. ലുക്ക് സാധനം. മുന്നോട്ടേക്കൊക്കെ മഞ്ഞുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്ന മിക്കവാറും റോജേഴ്സ് പാസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതായത് ഇനിയും കുറച്ചുകൂടെ നമ്മളൊരു മല കയറും, അതാണ് സമ്മിറ്റ്. അപ്പം ഇവിടെ ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകളിൽ അത്യാവശ്യം നല്ല മഞ്ഞായിരിക്കണം. മുന്നോട്ടേക്ക് നോക്കുമ്പോൾ തന്നെ മൊത്തം വെള്ള കളറിലാണ് നിൽക്കുന്നത്. നമ്മളങ്ങനെ ഏകദേശം മുകളിൽ എത്താറായപ്പോഴത്തേനും മൊത്തം മഞ്ഞ് അന്തരീക്ഷം കേട്ടോ. സൈഡിൽ കൂടെ മൊത്തം മഞ്ഞുകളാണ്. വാ, വാട്ട് എ ബ്യൂട്ടി ബ്രോ, വാട്ട് എ ബ്യൂട്ടി. അങ്ങനെ ഒരു കാപ്പി എടുക്കാൻ വേണ്ടി നമ്മളിത് ഗോൾഡനിൽ ചവിട്ടിട്ടുണ്ട്. ആ കാണുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അവിടുന്ന് ഒരു കാപ്പി എടുത്തിട്ട് ഇനി ഷഡേന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടേക്കാം. കാപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പോയേക്കാം. ഗോൾഡൻ കഴിഞ്ഞു. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോൾഡൻ ഡൗൺ ടൗൺ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് റേഡിയം ഹോട്ട് സ്പ്രിംഗ് ഈ വഴി പോവാം. നമ്മൾ BC ഓടി തീർന്നു കേട്ടോ. ബ്രിട്ടീഷ് കൊളംബിയ കഴിഞ്ഞു. നമ്മളിപ്പം ആൽബർട്ട എന്ന് പറഞ്ഞ പ്രൊവിൻസിലേക്ക് കയറിയിട്ടുണ്ട്.
ആൻഡ് ഫൈനലി നമ്മൾ ഒരു 8:30 ഇപ്പം സമയം എത്ര 9:30 ആയപ്പോഴത്തേനും നമ്മളിത് കാലിക്കറി ഔട്ടറിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ 6 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമുക്കൊന്ന് ചെന്ന് നോക്കാം. അവിടെ ഇന്ന് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ പാർക്ക് ചെയ്ത് കിടന്നുറങ്ങി നാളെ രാവിലെ ഡെലിവറി ചെയ്യാം. കാരണം രാവിലെ 6 മണിക്ക് ഇനി വേറെ എവിടെയെങ്കിലും പോയി കിടന്നു കഴിഞ്ഞാലും അവിടെ നേറ്റ് പിറക്കി വരണം എന്നുണ്ടെങ്കിൽ രാവിലെ വെളുപ്പിന് 5 മണിയൊക്കെ ആകുമ്പോൾ ഏക്കണം. അതുകൊണ്ട് അത് ഇച്ചിരി ടാസ്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം എന്താവും അവിടുത്തെ സ്ഥിതി എന്ന് നോക്കാം. ഇതിപ്പോൾ കാലിക്കറി ഔട്ടർ ആട്ടോ. നമുക്ക് 201 ഹൈവേയിലേക്കാണ് കയറേണ്ടത്. 201 ഹൈവേ എന്ന് പറയുന്നത് കാലിക്കറി ഔട്ടറിൽ കൂടെ കറങ്ങുന്നൊരു ഹൈവേ ആണ്. നമ്മൾ ഓടി ഡെലിവറി ലൊക്കേഷൻ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞാൻ ചുമ്മാ നാളെ രാവിലെ 6 മണിക്കാണ് ഡെലിവറി പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ അവരുടെ ഗൂഗിൾ മാപ്പിൽ അവരുടെ ടൈമിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് രാത്രി 11 മണി വരെ ഓപ്പണാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ ഉണ്ട്. എന്നാൽ അൺലോഡ് ചെയ്യുമെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡെലിവറി ആണെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമ്മമാർക്കൊരു മടി. അപ്പോൾ അവർ ചോദിച്ചു നാളെ രാവിലെ ചെയ്ത് തന്നാൽ പോരെന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞ് ഞാനിവിടെ നിന്ന് പോന്നു. എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടോളാൻ പറഞ്ഞു. നാളെ രാവിലെ 6 മണിയാകുമ്പോഴത്തേനും അവർ നമ്പർ തന്നിട്ടുണ്ട്. നമ്പറെ വിളിച്ചാൽ മതി. അവർ പടയെന്ന് പറഞ്ഞ് അൺലോഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ അടിച്ച് സമാധി